ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം. നമുക്കിന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ നിന്ന് വചനം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും സ്വർഗത്തിലെ ദൈവം അവസരം നൽകിയാണല്ലോ. യേശു ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടതും സഭ ഇന്നും യാതൊരു വിഘ്നവും കൂടാതെ തുടർന്നു വരുന്നതുമായൊരു ശുശ്രൂഷയാണ് കർത്തൃമേശ അഥവാ തിരുവത്താഴം. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് തിരുവത്താഴ ശുശ്രൂഷയെ സംബന്ധിച്ചാണ്. ഈ ഒരു പദം അല്ലെങ്കിൽ ഈ ഒരു ശുശ്രൂഷ ക്രിസ്തു വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ ഈ പഠനത്തിൽ എന്നോട് കൂടെ നിങ്ങളും പങ്കുചേരുകയും ഈ ഒരു സന്ദേശം അവസാനിക്കുന്നത് വരെ ശ്രദ്ധയോടുകൂടി കേട്ട് ഇതിലെ ആത്മീയ സത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പുതുക്കത്തോടുകൂടി മുന്നോട്ട് പോകാനും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. തിരുവത്താഴം എന്ന ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്ന രണ്ട് പദങ്ങൾ പ്രാരംഭത്തിൽ പങ്കുവച്ചുകൊള്ളട്ടെ. ഒന്നാമത്തെ പദം ഒരു ഗ്രീക്ക് വാക്കാണ് യൂക്കറിസ്റ്റ് എന്ന പദം. ഈ പദത്തിൻ്റെ അർത്ഥം താങ്ക്സ് ഗിവിങ് അഥവാ നന്ദി അർപ്പണം എന്നാണ്. അതായത് നമ്മുടെ അരുമനാഥനായ കർത്താവ് നമുക്ക് വേണ്ടി തന്നെ കാൽവരി ക്രൂശിൽ യാഗമായി സമർപ്പിച്ച് പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും പൈശാചികമായ ബന്ധനത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് നമ്മെ സ്വാതന്ത്ര്യമാക്കിയതിനുള്ള നന്ദി അർപ്പണമാണ് വാസ്തവത്തിൽ തിരുവത്താഴം എന്ന ശുശ്രൂഷ. മറ്റൊരു അരാമ്യ പദം ഖുർബാൻ എന്ന പദമാണ്. ഇതിൻ്റെ അർത്ഥം കുർബാന എന്നാണ്. അതായത് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി സമർപ്പിക്കപ്പെടുമ്പോൾ പിതാവായ ദൈവത്തിന് തന്നെ കുർബാനയായി അഥവാ ആരാധനയായി അല്ലെങ്കിൽ യാഗമായി സമർപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുകയായിരുന്നു. സഭ വളരെ പ്രാധാന്യത്തോടുകൂടി കണ്ട് അനുഷ്ഠിക്കപ്പെടുന്ന ഈ ശുശ്രൂഷ ഇന്ന് അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് ഇത് വെറും ഒരു ചടങ്ങായി അസ്തമിച്ചു പോയോ എന്നെനിക്കൊരു സംശയമുണ്ട്. പലപ്പോഴും ഇതൊരു സഭയുടെ ക്രമങ്ങളിൽ ഒന്നായി ഇത് അസ്തമിക്കുമ്പോൾ ഇതിൻ്റെ ആത്മീക പ്രാധാന്യത്തെയും ഇത് നമ്മളെ ഏത് വിധത്തിലാണ് ഇന്ന് ചൈതന്യവത്താക്കി തീർക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുവെങ്കിൽ മാത്രമേ ഈ ഒരു കർത്തൃമേശ അല്ലെങ്കിൽ ഈ തിരുവത്താഴെന്ന ശുശ്രൂഷ നമുക്കിന്നും ചൈതന്യമായി അനുഭവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ചിന്തിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 34 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഈ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ അന്ന് സഭയ്ക്കകത്ത് നിലനിന്നിരുന്ന ചില തെറ്റായ പ്രവണതകളെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് ഈ തിരുവത്താഴത്തെക്കുറിച്ച് വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്. സഭയ്ക്ക് ലഭിക്കുന്ന പുരാതനമായ രേഖകളിലൊന്നാണ് ഈ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം. കാരണം പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ആദ്യത്തെ ലേഖനങ്ങളിൽ ഒന്നായിട്ടാണ് സഭാ ചരിത്രകാരന്മാർ ഇതിനെ ചിന്തിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നതിന് മുമ്പ് തന്നെ പൗലോസ് അപ്പോസ്തലൻ ഈ കർത്തൃമേശയെ സംബന്ധിച്ചുള്ള വിവരണം സഭയ്ക്ക് നൽകുവാനായിട്ട് ഇടയായി. കൊരിന്ത്യർക്കെഴുതി 1-ാം ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ഈ ഒരു സംഭവത്തെ പൗലോസ് വിശദീകരിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ യേശു ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്കത് റിയലായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്കത് അനുഭവിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ കർത്തൃമേശ നമുക്കിന്ന് റിയലായിട്ട് അനുഭവിക്കണമെങ്കിൽ നാം ഇത് കർത്താവിൽ നിന്ന് തന്നെ നേരിട്ട് അനുഭവിച്ചെങ്കിലേ മതിയാവുള്ളൂ എന്നുള്ളതാണ്. അതായത് ഈ ആത്മീയ കാര്യങ്ങളെ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ജ്ഞാനം കൊണ്ടോ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാനും
അതിനെ മനസ്സിലാക്കാനും ശ്രമിക്കുമ്പോൾ നമുക്കൊരിക്കലും അതിൻ്റെ ആ ആത്മീയതയിൽ നിന്നുകൊണ്ട് വിശദീകരിച്ചു കൊടുക്കാനോ അതിൻ്റെ ആത്മീയ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ നമുക്ക് കഴിയില്ല. വേറെ തരത്തിൽ പറഞ്ഞാൽ അതിൻ്റെ സ്പിരിറ്റ് അങ്ങ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതേസമയം ഒരു സംഭവം നേരിട്ട് കണ്ട് അത് നേരിട്ട് അതിനെ വിശദീകരിക്കുന്നതായിട്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ സംഭവം പറയുമ്പോൾ അതിൻ്റെ വൈകാരിക അനുഭവത്തോടുകൂടെയാണ് അത് വിശദീകരിക്കുന്നത്. അപ്പോൾ അത് കേൾവിക്കാർക്ക് അതൊരു റിയലായിട്ടുള്ള അനുഭവമായി മാറുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഏതൊരു ആത്മീയ കാര്യത്തെയും നമ്മൾ ആത്മീയമായി തന്നെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ അന്തസത്ത നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുള്ളൂ. ഇവിടെ പൗലോസപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ഈ കർത്തൃമേശയെ സംബന്ധിച്ചുള്ള വെളിപ്പാടുണ്ടായത് മറ്റാരെങ്കിലും പറഞ്ഞു കേട്ട ഒരനുഭവമല്ല, മറിച്ച് ഇതെൻ്റെ റിയൽ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ റിയലായിട്ട് കർത്താവ് എനിക്ക് തന്നതായ ഒരു വെളിപ്പാടാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് ദൈവത്തിൽ നിന്ന് ചില വെളിപ്പാടുകൾ ലഭിക്കണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ പാദത്തിൽ ഇരിക്കണം, കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവിൽ നിന്ന് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ഈ കർത്തൃമേശയുടെ ആഴം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാനായി കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് ചില വെളിപ്പാടുകൾ തരും. ആ വെളിപ്പാടുകളാണ് ദൈവജനത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുന്നത്. ഉദാഹരണത്തിന്, ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ജനങ്ങൾ എന്നെ ആരെന്നാണ് പറയുന്നത്? യേശുവിനോട് ശിഷ്യന്മാർ പറഞ്ഞു, ചിലർ ഏലിയാവെന്നും ചിലർ ഇരമ്യാവെന്നും യോഹന്നാനെന്നും പ്രവാചകന്മാരിൽ ഒരുത്തനായിട്ടും ഒക്കെ വിശദീകരിക്കുകയാണ്. പക്ഷെ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്നാണ് പറയുന്നത്? ഉടനെ തന്നെ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുകയാണ്. യേശു പറയുന്ന മറുപടി, പത്രോസെ അല്ലെങ്കിൽ ശീമോനെ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഈ വെളിപ്പാട് നൽകിയത്. ഞാൻ ഈ വെളിപ്പാടിന്മേൽ എൻ്റെ സഭയെ പണിയും എന്നുള്ളതാണ്. സഭ പണിയപ്പെടണോ? സഭയ്ക്ക് കർത്തൃമേശ ചൈതന്യവത്തായി തീരണോ? ഇന്ന് നമുക്ക് തിരുവത്താഴത്തിന് വേണ്ടി കൂടി വരുമ്പോൾ അതൊരു ദൈവിക സാമീപ്യത്തിൻ്റെ അനുഭവമായി മാറണോ? പ്രിയപ്പെട്ടവരെ, അതൊരു ജീവിക്കുന്ന യാഥാർത്ഥ്യമായി അത് കർത്താവിൽ നിന്ന് നമ്മൾ പ്രാപിക്കണം. രണ്ടാമതായി, ഈ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കാനായി ശ്രമിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം, അത് കർത്തൃമേശ നമ്മൾ അനുഭവിക്കുമ്പോൾ തിരുവത്താഴം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ഒരു ഓർമ്മയാണ്. ഈ ഓർമ്മ എന്ന് പറയുമ്പോൾ അത് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ഒരുമിച്ച് കൂടി വന്ന് ഭക്ഷണം കഴിച്ച് സ്തോത്രം പറഞ്ഞ് പിരിഞ്ഞു പോകുന്നതായിട്ടുള്ള ഒരു അനുഭവമല്ല, മറിച്ച് ഇത് വിശ്വാസത്തെ ചൈതന്യവത്താക്കി തീർക്കുന്ന, ജീവൻ പകരുന്ന, ഇത് നമ്മളെ മുമ്പോട്ട് പോകാൻ പിന്നെയും പിന്നെയും പ്രേരിപ്പിക്കുന്നതായ ഒരു ആത്മീക ചൈതന്യമായി മാറുകയാണ്. ഇസ്രായേൽ ജനങ്ങളെ സംബന്ധിച്ച് ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ഒരു കൽപ്പനയാണ്, ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി ഓർമ്മ നാളായിരിക്കണം. എന്താണ് അവരെ സംബന്ധിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്നത്? മിസ്രൈമിലെ അടിമത്വത്തിൽ യാതന അനുഭവിച്ചതായിട്ടുള്ളൊരു ജനത, ആ വേദനയുടെയും യാതനയുടെയും അനുഭവത്തിൽ നിന്ന് സർവശക്തനായ ദൈവം തൻ്റെ ജനത്തെ ഫറവോൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചു എന്ന അനുഭവത്തെ ഓർക്കുന്നതായ ഒരു അനുഭവമാണ്. ആ ഓർമ്മ അവരെത്ര നിസ്സാരരായിരുന്നുവെന്നും ദൈവം അവർക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചും ഓർക്കുന്നതായ ഒരനുഭവമാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ച് നമ്മൾ ഈ മേശമേൽ അടുത്ത് വരുമ്പോൾ നമ്മൾ ഓർക്കുന്നത് കാൽവരി ക്രൂശിൽ കർത്താവ് എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചാണ്. അത് നമ്മൾ ഓർക്കുമ്പോൾ ഇത് വെറും ഒരു ലളിതമായ ഒരു ചടങ്ങായിട്ടല്ല,
ഇത് നമ്മൾ വല്ലപ്പോഴും ഓർക്കുന്നതായ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടല്ല, മറിച്ച് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നും, ഞാൻ മരിക്കേണ്ട ഇടത്ത് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ജീവൻ നൽകി, കർത്താവ് എന്നെ രക്ഷിച്ചു എന്നും നമ്മൾ ഓർക്കുമ്പോൾ, സ്തോത്രം, ഈ തിരുവത്താഴം നമുക്ക് റിയലായിട്ടുള്ള ഒരു അനുഭവമായി തീരുന്നു. മൂന്നാമതായി, അപ്പോസ്തലനായ പൗലോസ് ഇതിനകത്ത് തൻ്റെ സഭയെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം അതിൻ്റെ 25-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രമെടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇതൊരു പുതിയ ഉടമ്പടിയുടെ അടയാളമാണ്. ദൈവസഭയ്ക്ക് ദൈവവും സഭയും തമ്മിലുള്ള ഉടമ്പടിയുടെ ഒരടയാളമാണ് ഈ രക്തം എന്ന് പറയുന്നത്. പഴയ നിയമത്തിനകത്ത് ഈ ഉടമ്പടിയുടെ അടയാളമായി ദൈവത്തിൻ്റെ ജനം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടണമായിരുന്നു. അതോടൊപ്പം തന്നെ വീട്ടിനകത്ത് നിന്ന് ആരും തന്നെ പുറത്തേക്ക് വരാനായിട്ട് പാടില്ല. അങ്ങനെ ആരെങ്കിലും വീട്ടിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി പഴയ നിയമത്തിനകത്ത് ഉടമ്പടി ബന്ധത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. സംഹാരകനാൽ അവന് നാശം സംഭവിച്ചാൽ അതിന് ദൈവം ഉത്തരവാദി അല്ല എന്നുള്ളതാണ്. പുതിയ നിയമത്തിനകത്ത് കർത്താവ് തൻ്റെ ജനവുമായിട്ട് സ്ഥാപിക്കുന്ന പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിക്കകത്ത് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും അല്ല പുരട്ടേണ്ടത്, മറിച്ച് രക്തം അടയാളമായിരിക്കേണ്ടത് അവൻ്റെ നെറ്റിമേലാണ്. രക്തം അടയാളമായിരിക്കുന്നത് അവൻ്റെ ഹൃദയത്തിനകത്താണ്. ഈ രക്തം കൊണ്ട് എഴുതപ്പെട്ടതായ പുതിയ ഉടമ്പടിയുടെ ഭാഗമായി നമ്മൾ മാറുമ്പോൾ ഒരു പൈശാചിക ശക്തിക്കും ഒരു ദൈവ പൈതലിൻ്റെ മേൽ, സഭയുടെ മേൽ അധികാരമില്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ദൈവം തമ്പുരാൻ ഇസ്രായേൽ ജനങ്ങളോട് മോശയിലൂടെ സംസാരിക്കുന്നു: ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഈ ഉടമ്പടിയിലെ 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, ദൈവം മോശയിലൂടെ പറയുകയാണ്, നിങ്ങൾ ഈ ഉടമ്പടിയെ, ഈ വചനത്തെ അനുസരിക്കുകയാണെങ്കിൽ, ഇത് പ്രമാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്തായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കണം, ഈ ഉടമ്പടി ഒരു കണ്ടീഷനുണ്ട്. നീ ഇന്നത് ചെയ്താൽ നിനക്ക് ഇന്ന അനുഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് നൽകുന്നതായിട്ടുള്ള ഇതിനകത്ത് പറയുന്ന ഈ കണ്ടീഷനകത്ത് ലഭിക്കുന്ന ബ്ലെസ്സിങ്ങും അവിടെ പറയുന്നുണ്ട്. ആ ബ്ലെസ്സിങ്ങിനകത്ത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്തായിരിക്കും. 2, നിങ്ങൾ എനിക്ക് പുരോഹിത രാജത്വമായിരിക്കും. 3, നിങ്ങൾ എനിക്ക് വിശുദ്ധ ജനമായിരിക്കും. അതായത് ദൈവത്തിൻ്റെ കൽപ്പനകളെ തെറ്റാതെ അനുസരിച്ച് ആ പ്രമാണത്തിൻ്റെ കീഴിൽ നിന്നാൽ നിങ്ങൾ എനിക്കൊരു പ്രത്യേക സമ്പത്തായിരിക്കും. നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. മാത്രമല്ല, നിങ്ങളൊരു വിശുദ്ധ ജനവും പുരോഹിത സമ്പത്തും ആയിരിക്കുമെന്ന് പഠിപ്പിക്കുകയാണ്. എന്നാൽ നമ്മൾ ഇത് പറഞ്ഞതിന് ശേഷമാണ് മോശ അവരെ രക്തം തളിച്ച് അവരെ ഉടമ്പടിയുടെ ഭാഗമാക്കി മാറ്റുന്നത്. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ക്രിസ്തുവുമായിട്ടുള്ള പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ ഇന്നത് ചെയ്താൽ ഇന്നതുണ്ടാകും എന്നുള്ളതല്ല. ഇവിടെ ദൈവം കൊടുക്കുന്ന ഉടമ്പടി എന്ന് പറയുന്നത് അൺകണ്ടീഷണലാണ്. അതിനകത്ത് യാതൊരു വ്യവസ്ഥയുമില്ല. മറിച്ച് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെയും യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെയും യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെയും വിശ്വസിച്ചേറ്റെടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ ആ സമയത്ത് തന്നെ ഈ സ്വർഗീയ ഉടമ്പടിയുടെ ഭാഗമായി തീരുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി സ്ഥാപിക്കപ്പെടുമ്പോൾ കർത്താവ് പറയുകയാണ്, ഇത് പുതിയ നിയമത്തിൽ എൻ്റെ രക്തമാണ്.
നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് അതേ സ്തോത്രം സ്ഥാപിക്കപ്പെട്ടതായ പുതിയ ഉടമ്പടിയുടെ ഭാഗമാണ് പുതിയ നിയമസഭയുടെ അംഗങ്ങളായിരിക്കുന്ന ഞാനും നിങ്ങളും. ആയതിനാൽ സ്തോത്രം, ഈ ഒരു കർത്തൃമേശ അഥവാ തിരുവത്താഴം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് പുതിയ ഉടമ്പടിയുടെ സകല ബ്ലസ്സിങ്ങിൻ്റെ, അതായത് ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു പ്രത്യേക സമ്പത്താണ്. അതോടൊപ്പം തന്നെ അവന് വിശുദ്ധ ജനമാണ്. മാത്രമല്ല അവൻ്റെ സ്തോത്രം പുരോഹിത രാജ്യത്വം കൂടിയാണ്. തുടർന്ന് ഇതിൻ്റെ 26 മുതൽ 34 വരെയുള്ള ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ ഈ കർത്തൃമേശ എടുക്കുമ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ്, ഒരു വിശ്വാസി എന്താണ് ലോകത്തിന് നൽകുന്നതായ സന്ദേശം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. 26-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുകയാണ്, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഈ പ്രാക്ടിക്കൽ സൈഡിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രൊക്ലമേഷൻ ഓഫ് ജീസസ് ഡെത്ത് ആൻഡ് റിസറക്ഷൻ. യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും പ്രഖ്യാപനം ഓരോ പ്രാവശ്യവും നമ്മൾ കർത്തൃമേശ എടുക്കുമ്പോൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഈ പുതിയ നിയമത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദമാണ് പ്രൊക്ലമേഷൻ. ഇത് സാധാരണഗതിയിൽ സുവിശേഷ പ്രഘോഷണവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാം കർത്തൃമേശ സ്വീകരിക്കുമ്പോൾ നമ്മൾ ലോകത്തോടും നമ്മളോടും വിളിച്ചു പറയുന്ന സന്ദേശം, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് എൻ്റെ പാപത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമാകുകയും അവൻ മരിച്ച് അടക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് പോയ ഈ കർത്താവ് വീണ്ടും വരികയും ചെയ്യുമെന്നുള്ള ആ സദ്വർത്തമാനം നമ്മൾ വിളിച്ചു പറയുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണവും യേശുവിൻ്റെ പുനരുത്ഥാനവും ഒരു റിയലായിട്ടുള്ള സംഭവമാണ്. അതൊരു കെട്ടുകഥയല്ല, അതൊരു അൺറിയലായിട്ടുള്ള സംഗതിയല്ല എന്നുള്ളതാണ് പൗലോസ് പറയുന്ന ഒരു കാര്യം. 2, പ്രാക്ടിക്കൽ സൈഡിൽ അദ്ദേഹം പറയുന്നതായിട്ടുള്ള വേറൊരു കാര്യം എൻ്റെ 27-ാമത്തെ വാക്യം മുതൽ പറയുകയാണ്, നിങ്ങൾ സ്വയം ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. അതല്ല എങ്കിൽ ഇത് സംബന്ധിച്ച് നിങ്ങൾ കുറ്റക്കാരായിത്തീരും എന്ന് പഠിപ്പിക്കുകയാണ്. അതായത് ഇവിടെ പഠിപ്പിക്കുന്ന 2-ാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് സെൽഫ് ഇവാലുവേഷൻ ഓഫ് എ ചർച്ച്. സഭയുടെ സ്വയ പരിശോധന. സഭ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓരോ വിശ്വാസികളും ഉൾപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ നമ്മൾ തിരുവത്താഴ ശുശ്രൂഷ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്ന നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഞാൻ ഇത് സ്വീകരിക്കാൻ തക്കവണ്ണം യോഗ്യതയുള്ള ഒരു വ്യക്തിയാണോ? വാസ്തവത്തിൽ നമ്മളത് സ്വീകരിക്കാനായിട്ടുള്ള യോഗ്യത നമുക്കില്ല. പക്ഷെ നമ്മൾ സ്വീകരിക്കുന്ന എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കണം, നമ്മൾ ആത്മപരിശോധന നടത്താതെ, ഞാൻ എൻ്റെ കുറവുകളെ, എൻ്റെ തെറ്റുകളെ തിരിഞ്ഞ് ആലോചിക്കാതെ ഞാൻ ഇത് ഭക്ഷിക്കുമ്പോൾ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ അപമാനിക്കുകയാണ്, നിന്ദിക്കുകയാണ്. അങ്ങനെ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് തന്നെ ശിക്ഷാവിധി വിളിച്ചു വരുത്തുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളിൽ പലരും അത് നിമിത്തം രോഗികളും ബലഹീനരും ചിലർ ആത്മീക മരണം തന്നെ സംഭവിച്ചവരായി തീരുവാനും വിശ്വാസം വിട്ടുപോകുവാനും കാരണമായി തീർന്നു എന്നാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തതായിട്ടുള്ള വ്യക്തികൾ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും
ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാനായി കഴിയുന്നതല്ല എന്നാണ്. അപ്പോൾ നമ്മൾ ആത്മപരിശോധന നടത്താതെ ഈ കർത്തൃമേശ നമ്മൾ സ്വീകരിച്ച് ആ അശുദ്ധിയോടുകൂടെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിത് സ്വീകരിക്കുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരായി, അപമാനിക്കുന്നവരായി, യേശു ക്രിസ്തുവിനെ നമ്മൾ തള്ളിക്കളയുന്നവരായി തീരുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മപരിശോധന, സെൽഫ് ഇവാലുവേഷൻ ഓഫ് ദ ചർച്ച്, സഭയുടെ സ്വയമായിട്ടുള്ള ഒരു ആത്മപരിശോധന ആവശ്യമായിരിക്കുന്ന ഒരു സംഗതിയാണ് എന്നിതിനകത്ത് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചതായിട്ടുള്ള 4 പ്രധാനപ്പെട്ട സംഗതി. ഒന്ന്, കർത്താവിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇതൊരു റിയലായുള്ള അനുഭവമായി മാറുകയുള്ളൂ. അതുകൊണ്ട് അത് ആയാലും മറ്റേത് കാര്യമായാലും ശരി, നമുക്ക് ആത്മീക കാര്യങ്ങളെ ആത്മീക തലത്തിൽ വ്യാഖ്യാനിക്കാനും അത് മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ ചൈതന്യവത്താക്കി തീർക്കാനും കഴിയണം. മാത്രമല്ല, രണ്ടാമത് ഞാൻ പറഞ്ഞു, ഇത് യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിൻ്റെ ഒരു ജീവിക്കുന്ന ഓർമ്മയാണ്. മാത്രമല്ല, ഇത് ഞാനും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയുടെ, നിത്യമായ ഉടമ്പടിയുടെ അടയാളമായി അവൻ ക്രൂശിലൂടെ നമുക്ക് വേണ്ടി നൽകിയതായ സകലവിധമായ ബ്ലെസ്സിങ്ങിലേക്കുള്ള ഒരു പ്രവേശനത്തിൻ്റെ അടയാളമാണ്. നാലാമത് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ്. അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് നാം കർത്തൃമേശ എടുക്കുമ്പോൾ, ഒന്ന്, യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന് ലോകത്തിൻ്റെ മുമ്പാകെ നമ്മൾ വിളിച്ചു പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇത് ആത്മപരിശോധന, ഒരു സെൽഫ് ഇവാലുവേഷൻ കൂടാതെ നമുക്കൊരിക്കലും ഇത് സ്വീകരിക്കുവാനായി കഴിയുന്നതും അല്ല എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കർത്തൃമേശ അനേകർക്ക് ന്യായവിധിക്കുള്ള കാരണമായി തീരാറുണ്ട്. അതേസമയം മറ്റനേകർക്ക് ഇത് വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെ ഒക്കെ അനുഭവമായി തീർന്നിട്ടുണ്ട്. എൻ്റെ ശുശ്രൂഷ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ പലരും വന്ന് ഈ കർത്തൃമേശ പ്രാർത്ഥനാപൂർവം സ്വീകരിക്കുമ്പോൾ അവർക്ക് രോഗസൗഖ്യം ലഭിച്ചു എന്ന് സാക്ഷി പറയുന്നതായിട്ടുള്ള അനുഭവങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ ജീവിപ്പിക്കുന്ന ആത്മാവ് ഈ കർത്തൃമേശ സ്വീകരിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു സഭയുടെ ഒരു ചടങ്ങായിട്ടല്ല, മറിച്ച് ഇതൊരു ജീവിക്കുന്ന യാഥാർത്ഥ്യമായി കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു അനുഭവമായി സ്വീകരിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ആമേൻ, ആമേൻ.